വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഉണ്ടല്ലോ, വിചാരിക്കാത്തൊരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. റെഡിയല്ല, ബത്തക്കയില്ലേ, അത് കൃഷി ചെയ്യുന്നത് കാണാനും നല്ല ഫ്രഷ് ആയിട്ടുള്ള ബത്തക്ക നമ്മൾ വാങ്ങാനും വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഇപ്പോൾ പോകാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടില്ല, പക്ഷേ ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ പോയപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല രസമുണ്ട് കാണാൻ. ആദ്യമായിട്ടാണ് കേട്ടോ നമ്മളിപ്പം കടയിൽ നിന്ന് വാങ്ങുന്നത് ഈ ബത്തക്ക കൃഷി ചെയ്യുന്നതൊക്കെ കാണുന്നത്. അവിടെ ഉണ്ടല്ലോ ഈ 2 ടൈപ്പും ബത്തക്കയും ഉണ്ടായിരുന്നേ. ഇതാ ഈ ഒരു ടൈപ്പിലുള്ളതും പിന്നെ മറ്റേതും. ഇതിൻ്റെ 2 പേരും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അങ്ങനെ അതൊക്കെ നോക്കി നിൽക്കുമ്പോണ്ടല്ലോ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മളിതിന് മുട്ടാമ്പിളിങ്ങാന്നേ പറയൽ, എല്ലാവരും എന്താ പറയലെന്നറിയില്ല. അപ്പം നമുക്കിത് അത്രയും നല്ല ഗുണമുള്ള സാധനമാണെന്ന് പറയുന്നേക്കാം. പിന്നെ ഇതിൻ്റെ പഴുത്തിട്ടാവുള്ള ടേസ്റ്റ് ഇല്ലേ, എനിക്ക് നല്ല ഇഷ്ടമാണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതവിടെ കൃഷി ചെയ്യാണ്ട് തന്നെ അവിടെ കുറേ ഉണ്ടായിട്ടുള്ളൊരു സാധനമാണ് അത്. അപ്പോൾ നമ്മളത് ചോദിച്ചപ്പോൾ പറിച്ചോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് കുറച്ച് പറിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇതൊക്കെ നമ്മൾ പോയ സമയത്ത് അവർ പറിച്ചിട്ടുണ്ടായ ബത്തക്കയാണ് കേട്ടോ. കാണാൻ മാത്രമല്ല, ശരിക്കും പറഞ്ഞാലില്ലേ അതിൻ്റെ കളറും നല്ല മധുരവും. ഇത്രയും ഫ്രഷ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, നമ്മൾ വാങ്ങി എല്ലാ ബത്തക്കയും അടിപൊളിയായിരുന്നു. അപ്പോൾ അവിടുന്ന് കുറച്ച് ബത്തക്കയൊക്കെ വാങ്ങി പിന്നെ നമ്മൾ അടുത്ത് തന്നെയുള്ള ഒരു ചായക്കടയിൽ ചായ കുടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് കുറച്ച് കടികളൊക്കെ വാങ്ങി ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇനി നമ്മൾ നേരെ എൻ്റെ നാട്ടിലേക്ക് പോയി. അപ്പോൾ ഇതാണ് എൻ്റെ നാട്. ഇവിടെ ഉണ്ടല്ലോ നാട്ടിൽ ഇത്രയും ചൂടായിട്ടും ഈ ഒരു പാലത്തിൻ്റെ അവിടെ പുഴൻ്റെ സൈഡിലുള്ള ഒരു കാറ്റുണ്ടല്ലോ, നല്ലൊരു തണുത്ത കാറ്റും നല്ലൊരു വൈബും. അവിടെ ഇരുന്നാൽ പിന്നെ പോകാൻ തോന്നുന്നില്ല. ശരിക്കും ചായയൊക്കെ എടുത്ത് വന്നിട്ട് ഇവിടുന്നാണ് എല്ലാവരും കുടിക്കേണ്ടത്, അത്രയും ഫ്രഷ് എയറാണ് കേട്ടോ. അപ്പോൾ കുറേ നേരം അവിടെ ഇരുന്നിട്ട് ഈ സൺസെറ്റൊക്കെ ആസ്വദിച്ചിട്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോയി. പിന്നെ ഇതുണ്ടല്ലോ നമ്മൾ കടയിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങുന്ന ചെറുപയറില്ലേ, ആ ഒരു സംഭവം വന്നിട്ട് ഇത് എൻ്റെ മൂത്തുമ്മ പണ്ട് മുതലേ വയലിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഇന്ന് ഫുള്ള് കൃഷിയാണ് കേട്ടോ എൻ്റെ വീഡിയോസിൽ. അപ്പം പിന്നെ ഇത് മമ്പയറാണേ, അതെല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഞാനിത് എൻ്റെ മൂത്തുമ്മ കൃഷിയിൽ ഉണ്ടാക്കിയിട്ടാണ് ഇതിങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാൻ നേരിട്ട് കണ്ടത്. അപ്പോൾ ഇത് നമ്മൾ പയറല്ലില്ലേ, ചെറുപയർ, അതേപോലെ തന്നെയാണ് മമ്പയറും. നമ്മൾ ഈ ബീൻസ് കോട്ടപ്പയറല്ലേ അതേപോലെയാണ് ഇത് കാണാനുണ്ടാവുക. അത് പച്ചയിൽ കൊണ്ടുവന്നിട്ടാകും. എന്നിട്ട് ഇത് കുറേ ദിവസം വെയിലത്തിട്ട് ഉണക്കിയിട്ടാകുമ്പോൾ ഇതേപോലെ നമുക്ക് വേഗം അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളതിങ്ങനെ ചവിട്ടി കൊടുക്കുന്നത്. ചവിട്ടി ലാസ്റ്റ് ഇതേപോലെ എല്ലാം ഇങ്ങനെ ഒന്ന് ഇളകി വരും. എന്നിട്ട് അതിൻ്റെ നിന്ന് എടുത്തിട്ടുണ്ടല്ലോ മുറമില്ലേ, മുറത്തിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് പാറ്റിയെടുക്കും. അപ്പോൾ അത് നല്ല ക്ലീനായിട്ട് കിട്ടും. അങ്ങനെയാണ് കേട്ടോ ഈ ചെറുപയർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയും ഇല്ലേ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം.